എന്നാൽ നമുക്കൊന്ന് കോർഫുക്കാൻ പോയി വന്നാലോ? യുഎയിലെ ഷാർജ എമിറേറ്റ്സിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എക്സ്ക്ലേവും പോർട്ട് ടൗണുമാണ് കോർഫുക്കാൻ എന്ന് പറയുന്നത്. ഈ പോർട്ടും അതിൻ്റെ ഉൾപ്രദേശങ്ങളും ഫുജൈറ എമിറേറ്റ്സിലും ബാക്കി വരുന്ന ഭാഗങ്ങൾ ഷാർജ എമിറേറ്റ്സിലുമായിട്ടാണ് ഇരിക്കുന്നത്. വളരെയധികം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഡ്രൈലാൻഡാണ് കോർഫുക്കാൻ. ഡിഫറെൻറ്റ് അഡ്വഞ്ചറസും വാട്ടർ ആക്ടിവിറ്റീസും ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കോർഫുക്കാൻ ബീച്ച്. കോർഫുക്കാനിൽ പോകാനായിട്ടുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നവംബർ തുടങ്ങി ഏപ്രിൽ വരെയാണ്. നമ്മൾ പോയപ്പോഴേക്കും അവിടെ നല്ല ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ ആയിരുന്നു. ജൂലൈയിലും ഓഗസ്റ്റിലൊക്കെ ടെമ്പറേച്ചർ ഒരു 40°C വരെ ഉച്ചയ്ക്കും രാത്രി ഒരു 36 വരെയൊക്കെ പോകാറുണ്ട്. ഇവിടെ കോർഫുക്കാൻ ബീച്ച് മാത്രമല്ല, കോർഫുക്കാൻ മ്യൂസിയം, ഫുജൈറ ഫോർട്ടും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 27-ന് കോർഫുക്കാൻ പ്രദേശത്ത് ഒരു ഭൂകമ്പം അനുഭവപ്പെട്ടെങ്കിലും യുഎഇനെ ഇത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. നമ്മൾ കോർഫുക്കാനിലേക്ക് പോകുന്ന വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റോ ടീ ഷോപ്പോ ഒന്നും ഉണ്ടാവില്ല. മിനറൽ വാട്ടർ പോലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും സ്നാക്സൊക്കെ എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഇതുപോലെയുള്ള 5 ടണൽസ് പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഷാർജയിൽ നിന്ന് കോർഫുക്കാനിലേക്ക് എത്തുന്നത്. ഓരോ ടണലിനും പേര് വരുന്നത് അൽ റാഫ്, അൽ സെക്, അൽ സഹ, അൽ മുത്താക്ക, അൽ ഗസീർ. ഈ 5 ടണലും റീസെൻ്റ്ലി ആണ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. 89 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് വരുന്ന റോഡ് വന്നതിന് ശേഷം നമുക്ക് ഷാർജയിൽ നിന്ന് കോർഫുക്കാനിലേക്ക് 45 മിനിറ്റ്സിൽ എത്താൻ പറ്റും. അങ്ങനെ ഈ ടണലും മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണലായിട്ട് മാറിക്കഴിഞ്ഞു. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പോർച്ചുഗീസ് കടലാക്രമണത്തിനെതിരെ പോരാടിയ കോർഫുക്കാൻ ജനതയെ അനുസ്മരിക്കുന്ന റെസിഡൻറ്റ് മെമ്മോറിയൽ എന്ന ചരിത്രപ്രധാനമായ ഒരു സ്ഥലവും ഈ വഴിയിലുണ്ട്. നമ്മളങ്ങ് ദൂരെ കാണുന്നത് അറേബ്യൻ സീ ആണ്. കോർഫുക്കാനിൽ തന്നെ നമുക്ക് സ്നോർക്കലിങ്ങും ഡൈവും ചെയ്യാനായിട്ട് ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും നടത്തുന്ന ഐലൻഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഷാർക്ക് ഐലൻഡ്. പേര് കേൾക്കുന്ന പോലെ തന്നെ അവിടെ ഷാർക്ക് അറ്റാക്സ് ഒന്നുമില്ല, മറിച്ച് അവിടെ സ്നോർക്കലിംഗ് നടത്താൻ പറ്റും നമുക്ക്. എന്നിരുന്നാലും ഐലൻഡിൻ്റെ കിഴക്കേ അറ്റത്ത് പ്രത്യേകിച്ച് നവംബർ മുതൽ ഏപ്രിൽ വരെ ബ്ലാക്ക് ടിപ്പ് റീഫ് ഷാർക്കുകളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്നത് തിബ ഐലൻഡാണ്. ഷാർക്ക് ദ്വീപിൻ്റെ വടക്കുകിഴക്കായി അനിമോൺ ഗാർഡൻസ് ഉണ്ട്. കോർഫുക്കാൻ ബീച്ചിനടുത്തുള്ള ഈ പ്രശസ്തമായ സ്നോർക്കലിംഗ് സ്ഥലത്ത് 20 മീറ്ററിൽ കൂടുതൽ ആഴമില്ലാത്ത വെള്ളമുണ്ട്. ദുബായിൽ നിന്ന് 163 കിലോമീറ്ററാണ് കോർഫുക്കാനിലേക്ക് വരുന്നത്. അതേസമയം ഷാർജയിൽ നിന്ന് 127 കിലോമീറ്ററും അബുദാബിയിൽ നിന്ന് 270 കിലോമീറ്ററുമാണ്. നമ്മൾ കാറിനാണ് പോയെന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോയും ബസ്സും ഉപയോഗിച്ച് കോർഫുക്കാനിലെത്താൻ പറ്റും. ദുബായ് മെട്രോ ഉപയോഗിച്ച് നമുക്ക് അൽഫാഹിദിയ ബസ് സ്റ്റേഷനിലെത്താം. ഇവിടെ നിന്ന് ഫുജൈറയിൽ എത്തിയ ശേഷം നമുക്ക് ടാക്സി പിടിച്ച് കോർഫുക്കാനിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ പോകുമ്പോൾ ഏകദേശം ഒരു 3 hours എടുക്കും. നമ്മൾ ഈ കാണുന്നതാണ് അൽ റഫീസ ഡാം. ഹജ്ജാർ മൗണ്ടൻസിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അൽ റീഫ് ഡാം ഷാർജയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ്. 1980s ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും അടുത്തിടെയായിട്ടാണ് ഇത് ടൂറിസ്റ്റുകൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഈ ഡാമിൽ ഏകദേശം 55 മീറ്റർ ഉയരത്തിലുള്ള ഒരു കൃത്രിമ വാട്ടർഫോളും ഉണ്ട്. കയാക്കിംഗ്, പെഡൽ ബോട്ടിംഗ് എന്നിവയാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസ്. റെസ്റ്റ് റൂം, ചർച്ച്, കുട്ടികൾക്കുള്ള ഔട്ട്ഡോർ പ്ലേ ഏരിയാസ്, പാർക്കിംഗ് ഏരിയ, സൂപ്പർ മാർക്കറ്റ് എന്നിവ ഇവിടെയുണ്ട്. നമുക്കിവിടെ ഡാമിലേക്ക് എൻട്രി ഫീസൊന്നുമില്ല. 30 മിനിറ്റ് പെഡൽ ബോട്ട് സഫാരിക്ക് 45 ദിർഹവും 30 മിനിറ്റ് നേരത്തേക്കുള്ള കയാക്കിങ്ങിന് 30 ദിർഹമാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്രൗൺ പെഡൽ സഫാരിക്ക് 60 ദിർഹവും ചിലവാകും. ഇതൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ലാൻഡ് ആണെങ്കിലും നമുക്ക് ഇടയിൽ ക്യാമൽസിനെയും അതുപോലെ തന്നെ ക്യാമൽ കോട്ടേജൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കോർഫുക്കാൻ. നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് ഡ്രാഗൺ മാർട്ടായിരിക്കും. പിന്നെ ഇൻട്രൊഡക്ഷനിൽ എപ്പോഴും കാപ്പിയും ചായയും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാനിന്നത് ഒഴിവാക്കിയിട്ടുണ്ട്.